കേരളത്തെ ഇടതു സർക്കാർ നവകേരളമാക്കി പുനഃസൃഷ്ടിച്ചുവെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ. ഉമ്മൻചാണ്ടിയുടെ 5 വർഷക്കാലത്തെ ഭരണം തകർത്തെറിഞ്ഞ ഒരു കേരളത്തെ നവകേരളമാക്കി പുനഃസൃഷ്ടിക്കുകയാണ് നമ്മൾ ചെയ്തത്. എന്തിനാ ഉമ്മൻചാണ്ടിയെ പറയണമെന്ന് ചോദിച്ചാൽ കാലം ഓർമ്മയിലുണ്ടാവാൻ വേണ്ടിയാണ്. സർവനാശം വിതച്ചൊരു കാലമാണ്. നാട്ടിലെ വികസന പ്രവർത്തനങ്ങളാകെ തകർത്ത കാലമാണ്. നാട്ടിനെ ഇരുട്ടിലാക്കുകയും അപമാന ഭാരത്താൽ മലയാളി എന്ന് പറഞ്ഞ് നടക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഈ നാടിനെ കൊണ്ടുവന്നെത്തിച്ച ഭരണമാണ്. 2016 കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ സഖാവ് പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം ഈ കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ വികസന രംഗത്തും ക്ഷേമരംഗത്തും സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തിലും ഈ കേരളത്തിലുണ്ടായ മാറ്റമുണ്ട്. അത് ഒരു പ്രയാസങ്ങളുമില്ലാതെ നേടിയ ഒന്നല്ല. ഈ 10 വർഷക്കാലം കേന്ദ്ര ഗവൺമെൻറ്റും കേരളത്തിലെ പ്രതിപക്ഷവും കേരളത്തിലെ ജനങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുമ്പോഴാണ് ഈ നേട്ടങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിച്ചത്. എല്ലാ കാര്യത്തിനോടും നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത് എന്ന് നിങ്ങൾക്കറിയാം. സമസ്ത മേഖലകളെയും പുറകോട്ടടിച്ച വലതുമുന്നണി സർക്കാരിന്റെ കാലഘട്ടത്തിൽ നിന്നും ഇന്ന് കാണുന്ന വികസിത കേരളം ഇടതു സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതിഫലനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി സേവ്യർ ചിറ്റിലപ്പിള്ളിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വടക്കാഞ്ചേരി അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു AC മൊയ്തീൻ. MR സോമനാരായണൻ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി സേവ്യർ ചിറ്റിലപ്പിള്ളി, PN സുരേന്ദ്രൻ, EM സതീശൻ, MU കബീർ, മിനി അരവിന്ദൻ, ശാന്ത ഉണ്ണികൃഷ്ണൻ, M ബാലാജി, അഡ്വക്കേറ്റ് CT ജോഫി, CV ജോസ്, ബിജു ആട്ടോർ, വിപിൻ തെക്കേപ്പറമ്പ്, അഡ്വക്കേറ്റ് ജോഷി കുര്യാക്കോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ചുരുങ്ങിയ ചിലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്, വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. ഹാർഡോൾ സോളാർ ലൈറ്റ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.